സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ഇപ്പോൾ FCRA എന്ന് പറയുന്ന ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഡൊണേഷൻസോ ഗ്രാൻറ്റോ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ സൊസൈറ്റികൾക്ക് ട്രസ്റ്റുകൾക്കൊക്കെതിരെ അല്ലെങ്കിൽ അവരുടെ അത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ നിയമവശങ്ങളിൽ ഉണ്ടാക്കിയ ഭേദഗതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ക്രിസ്ത്യാനികളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മറ്റു പല NGOകളുണ്ട്, അവർ ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്, അവരത് പല തരത്തിൽ അത് വിനിയോഗിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ എൻ്റെ സമുദായം, ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽ പെടുന്ന ഒരാളാണ്. എൻ്റെ സമൂഹത്തിൻ്റെ കാര്യം ഇതുമായിട്ട് ഈ FCRAയിൽ ഉണ്ടായിട്ടുള്ള നിയമ ഭേദഗതി എങ്ങനെ അതിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നു ഇത് സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമാണ്. അതായത് FCRAയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം, അതായത് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനും അതിവിടെ കൈകാര്യം ചെയ്യുന്നതിനും ഇന്ത്യയിൽ ചെലവഴിക്കുന്നതിനും കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം സാധാരണക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പല ബിഷപ്പുമാരും പുരോഹിതരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ക്രൈസ്തവ പുരോഹിതരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സമുദായത്തിൽ പെടുന്ന ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ക്രൈസ്തവ പുരോഹിതരും ബിഷപ്പുമാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഞാനിവിടെ പറയുന്നത്. കാരണം എനിക്ക് അനുഭവങ്ങളുണ്ട് ഈ വിഷയത്തിൽ. അതായത് ഇവർ പറയുന്നത് ഇതെല്ലാം സാധാരണക്കാരെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഈ FCRA എന്ന് പറയുന്നത് സാധാരണക്കാരെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ FCRA എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. നമ്മൾ ആ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആ വിഷയത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം, വളരെ സിമ്പിൾ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പോൾ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. 7,10,00,000 പള്ളി പണിയാന്ന് പറഞ്ഞിട്ടാണ് ഈ പള്ളി പണി തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അത് 4,45,00,000 പണിയാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ അതിലെ വൈരുദ്ധ്യങ്ങൾ വിളിച്ച് കുറച്ച് പേര് പറഞ്ഞതുകൊണ്ട് പിന്നെ അതിൻ്റെ റേറ്റ് കൂടി അവസാനം 7,10,00,000 ഉറപ്പിച്ചു ലേലം. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ പള്ളി പണിയുന്ന സ്ഥലത്ത് പള്ളി പണിയുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിനാൻസ് കമ്മിറ്റിക്ക് ഉണ്ട്, പല ഇലക്ട്രിക്കൽ കമ്മിറ്റി ഉണ്ട്, അങ്ങനെ പല കമ്മിറ്റികളുണ്ട്. അതിൽ ഈ ഫിനാൻസ് കമ്മിറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പം ഇവിടെ ജനങ്ങൾ ടെൻഷൻ ആവുന്നത് FCRA വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരെ ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് അത് വലിയൊരു വിഷയമാണ്. നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് ഒന്നും പോകണ്ട. ഞങ്ങളുടെ പള്ളിയിൽ 7,10,00,000 പള്ളി പണിയുന്നുണ്ട്. ഇവിടെ സ്വന്തമായി ഒരു കമ്പ്യൂട്ടറിൽ അക്കൗണ്ടിങ് സൂക്ഷിക്കുന്നില്ല. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് എത്ര പണം വന്നു, എത്ര പണം പോയി, ആർക്കൊക്കെ ഏതൊക്കെ ബില്ലിന് അഗെയിൻസ്റ്റ് ഫണ്ട് കൊടുത്തു അല്ലെങ്കിൽ ചെക്ക് കൊടുത്തു, ഈ വക ഒരു വിഷയത്തെക്കുറിച്ചും ഇവിടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നില്ല. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വെച്ച് രേഖപ്പെടുത്തുന്നില്ല. സ്വന്തമായ ലാപ്ടോപ്പില്ല, കമ്പ്യൂട്ടറില്ല. ഇവിടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് പ്രൈവറ്റ് വ്യക്തിയുടെ ലാപ്ടോപ്പിലാണ്. ഞാൻ തമാശ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുമെന്ന് അറിയില്ല. 7,10,00,000 പള്ളി പണിയുമ്പോൾ ഒരു 600 കുടുംബങ്ങൾ വരുന്ന ഒരു പള്ളിയിൽ, ഒരു ഇടവകയിൽ, ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ കണക്കുകൾ സൂക്ഷിക്കാനായിട്ട് ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ സ്വന്തമായിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം, 2014 1 ഏക്കർ 80 സെന്റ് സ്ഥലം ഞങ്ങളുടെ ഇടവക അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളി വാങ്ങി. 1 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് എന്നുള്ള രീതിയിലാണ് ആ സ്ഥലം വാങ്ങിയത്. ഓക്കെ, ആ സ്ഥലം വാങ്ങിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ അടിച്ചുവെന്നും വില കുറച്ച് ആണ് ഈ വിറ്റവന് വില പറഞ്ഞതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടാണ് അത് വാങ്ങിയതെന്നും അതിൽ സുതാര്യതയില്ല എന്നും പറഞ്ഞിട്ട്, അതായത് വിൽക്കാൻ ഉദ്ദേശിച്ച വിലയേക്കാളും കൂടുതൽ വില നൽകി സ്ഥലം വാങ്ങിയെന്ന് ഈ ഇടവക ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് വാങ്ങിയതെന്നാണ് ഇവിടെ കുറച്ച് വ്യക്തികൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും ഇപ്പോൾ ഹൈക്കോടതിയിൽ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസ് നടന്ന സമയത്ത് കോടതിയിൽ വെച്ച് ചോദിച്ചപ്പോൾ ഈ സ്ഥലം വിറ്റ വ്യക്തി പറഞ്ഞത് എനിക്ക് മുഴുവൻ തുകയും കിട്ടിയിട്ടില്ല. അതായത് 1,80,00,000 ഇടവക ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തത്. അത് മുഴുവൻ തുകയും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് ഫണ്ട് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തതെന്നുള്ളത് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ അവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഇവിടെ കമ്മീഷൻ വന്നു. എവിടെയാണ് രേഖകൾ, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കണക്കുകൾ എവിടെ സൂക്ഷിച്ചിരിക്കണം, അതിൻ്റെ പുസ്തകമോ അതിൻ്റെ കമ്പ്യൂട്ടർ രേഖകളോ കാര്യങ്ങളോ ചോദിച്ച സമയത്ത് ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെ രേഖകളൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പള്ളിയിൽ രേഖകളില്ല, അതൊക്കെ അരമനയിലാണ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ FCRA എന്ന് പറയുന്ന നിയമം വന്നപ്പോൾ ഇവിടെ എല്ലാവരും സാധാരണക്കാരെ എഫക്റ്റ് ചെയ്യണമെന്ന് പറയണത്. ഞാൻ പറഞ്ഞു ഇവിടെ സാധാരണക്കാരെ എഫക്റ്റ് ചെയ്യുന്നത് FCRA അല്ല, ഈ ഓരോ ഇടവകകളിലും നടക്കുന്ന ചൂഷണങ്ങൾ, അവിടെ നടക്കുന്ന പണ ഇടപാടുകൾ, അതിൽ കൃത്യതയില്ലായ്മ, ഇതാണ് സാധാരണക്കാരെ എഫക്റ്റ് ചെയ്യണത്. ഇരിഞ്ഞാലക്കുട രൂപത്തിൽ ഒരുപാട് ഇടവകകളിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതാരും തുറന്നു പറയില്ല. കാരണം തുറന്നു പറഞ്ഞാൽ പള്ളിയിൽ അവർ ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കും. ഇതൊക്കെയാണ് ആൾക്കാരുടെ ടെൻഷൻസ്.
മനസ്സിലായില്ലേ? എന്നെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തലവേദനയാവുമെന്ന് അറിയുന്നതുകൊണ്ട് എന്നെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിക്ക് എടുക്കാതിരുന്നാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ എനിക്കിപ്പോൾ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലേക്ക് കയറണം നിർബന്ധമുള്ള ഒരാളല്ല. എന്നെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് കൊണ്ടാണ് എന്നെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിക്ക് എടുക്കാതിരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ FCRA അല്ല സാധാരണക്കാരെ എഫക്റ്റ് ചെയ്യുന്നത്. സാധാരണക്കാരെ എഫക്റ്റ് ചെയ്യുന്നത് പള്ളികളിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കാതിരിക്കുക, അതിൽ നടത്തുന്ന ഉടായ്പകൾ, അതിൽ നടത്തുന്ന കമ്മീഷനടികൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ 1 ഏക്കർ 80 സെന്റ് സ്ഥലം 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയെന്നാണ് ഈ ഇടവക ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. ഈ സ്ഥലം വിറ്റ വ്യക്തി പറയണു എനിക്ക് അത്രയും പണം കിട്ടിയിട്ടില്ല, ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് വെറുതെ പറയണ കാര്യങ്ങളല്ല. ഇതൊക്കെ ഈ പുത്തഞ്ചിറയിൽ വന്നിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയണ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. സുതാര്യമല്ലായിരുന്നു. പല ആൾക്കാർ കമ്മീഷൻ മേടിച്ച്, കുറേ ആൾക്കാർ കമ്മീഷൻ പള്ളിയിൽ തിരിച്ചു കൊണ്ടു. ഇതൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? 2014 ഈ കച്ചവടം നടത്തുന്നത്. കച്ചവടം നടത്താനായിട്ട് പള്ളിയിൽ നിന്ന് പൈസ പിരിക്കാനായിട്ട് വന്ന വൈദികൻ 6 മാസം കൊണ്ട് പൈസയും പിരിച്ച് ആൾ തിരിച്ച് വന്ന പള്ളിക്ക് പോയി. അത് ഏത് പള്ളിക്കാണോ വന്നത് ആ പള്ളിക്ക് തിരിച്ചു പോയി. അവിടെ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആ സ്ഥലത്ത് പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് അദ്ദേഹം ഈ പണം പിരിച്ച് കുറേ പൈസ അങ്ങോട്ട് കൊണ്ടുപോയി. അതായത് വിശ്വാസികളെല്ലാവരും മണ്ടന്മാരാണ്. അത്രേ ഉള്ളൂ ഇതിൻ്റെ പറയാനായിട്ട്. നമ്മൾ പല ആൾക്കാരും പല കാര്യങ്ങളും പറയുമ്പോൾ പള്ളിയിൽ പോയി പറയാൻ പറയും. പള്ളിയിൽ പോയി പറയാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിശ്വാസികളെല്ലാം മണ്ടന്മാരാണ്. അവിടെ ഒരു വൈദികൻ എന്ത് വിളിച്ച് പറഞ്ഞാലും അത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിലുള്ളത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. നിങ്ങളിത് മനസ്സിലാക്കണം. ഇതാരും തുറന്നു പറയില്ല. കാരണം പള്ളിയിൽ ചെല്ലുമ്പോൾ അവർക്ക് റെസ്പെക്റ്റ് കിട്ടില്ല, പള്ളിയിൽ നേതൃസ്ഥാനങ്ങളിലേക്ക് വരാൻ പറ്റില്ല, വൈദികർക്കെതിരെ സംസാരിച്ചു, സഭയ്ക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തും. അല്ല, FCRA ഇവിടെ ഒരു സാധാരണക്കാരനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇരിഞ്ഞാലക്കുട രൂപതയിൽ 3 ലക്ഷം അടുത്ത ആൾക്കാരുണ്ട്. അതിലൊരു 10,000 പേര് 1000 രൂപ വെച്ച് ഡൊണേഷൻ ചെയ്താൽ 1 കോടിയുടെ പ്രവർത്തനം ഈ രൂപതയ്ക്ക് ഈ എല്ലാ പള്ളികളിലും നടത്താം. മനസ്സിലായി? 141 ഇടവുകളാണുള്ളത്. മനസ്സിലായില്ലേ? ഈ ഒരു 10,000 പേര് 1000 രൂപ വെച്ച് കൊടുത്താൽ മതി. പക്ഷെ അത് കൊടുക്കാനോ അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള സംവിധാനം ഇവരിലില്ല. ഇവർ സുതാര്യമല്ല. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് സുതാര്യമാക്കാനാണ്. അപ്പോൾ വിദേശത്തുനിന്ന് കോടികൾ വരുമ്പോൾ ആ FCRAയിൽ ഉണ്ടായിരുന്ന ഒരു നിയമം കിട്ടുന്ന, അതായത് വരുന്ന ഫണ്ടിൻ്റെ 50% അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് അതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടി ചിലവാക്കാന്നുള്ളൊരു നിയമം അതിലുണ്ടായിരുന്നു. അതിപ്പോൾ 20% ആക്കി. അതായത് വരുന്ന പൈസയുടെ 50% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിഷമമുണ്ടാക്കുമല്ലോ. 100 കോടി വന്നാൽ 50 കോടി അതിൻ്റെ ആ പൈസ എങ്ങനെ ചിലവാക്കുന്നു എന്നുള്ള കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള നിയമമുണ്ടായി. അതിപ്പോൾ 20% ആക്കി. അപ്പോൾ അത് പുരോഹിതർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റുള്ള സമുദായങ്ങൾ, മറ്റുള്ള NGOകൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ നടന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറയണേ. 7 കോടി 10 ലക്ഷത്തിന് പള്ളി പണിയാനായിട്ട് കണക്കുകൾ സൂക്ഷിക്കാൻ സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടറോ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറോ ഞങ്ങളുടെ പള്ളിയിലില്ല. ഇതിനെതിരൊക്കെ ഞാൻ ചോദ്യം ചെയ്തു. അതാണ് ഇവരുടെയൊക്കെ കുരു പൊട്ടാനും. എൻ്റെ വീട്ടിലേക്ക് ഒക്ടോബർ 8 2025 5 പേര് അടക്കം എൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് ഞാൻ കേസിന് പോയില്ല. കാരണം യേശു പറഞ്ഞത് ക്ഷമിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇവർക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇവർ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എത്രയോ പള്ളികളിൽ എത്രയോ കിഡ്നി പേഷ്യൻസ്, ക്യാൻസർ രോഗികൾ, അല്ലെങ്കിൽ അത്തരം ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയുള്ള എത്രയോ ആൾക്കാരുണ്ട്. അതുപോലെ പഠിക്കാൻ സാധിക്കാത്തുള്ള വിദ്യാർത്ഥികളുണ്ട്, വീടില്ലാത്തവരുണ്ട്. ഞാൻ പറഞ്ഞില്ല, 3 ലക്ഷം ആൾക്കാർ ഇരിഞ്ഞാലക്കുട രൂപതയിലുണ്ട്. 3 ലക്ഷം ആൾക്കാർ ഏകദേശം. അതിൽ നിന്നൊരു 10,000 പേരിൽ നിന്ന് ഒരു 1000 രൂപ വെച്ച് പിരിച്ച് ഈ ഇടവകളിൽ 141 ഇടവകളുണ്ട്, പള്ളികളുണ്ട്. ഈ പള്ളികളിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇവർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഈ FCRAയുടെ ഫണ്ട് വരുന്നു, വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നു. ഇത് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ഇടവകയിൽ കിട്ടിയതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? പിന്നെ ഇവിടെ കുറേ നന്മമരങ്ങൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണാം. ഓക്കെ, നന്മമരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന കുറേ ആൾക്കാർ, ഇവരൊരു ഫോൺ കോൾ ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുരോഹിതർ പറയുമ്പോൾ ഇവിടെ പണം കിട്ടാത്തത്? ഞാൻ പറഞ്ഞ 1000 രൂപയുടെ കാര്യം പറയണം. ഒരു മാസം 1000 രൂപ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 പേരിന് 1 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ രൂപതയിൽ മൊത്തം നടത്താം. അത് സമൂഹത്തിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കും, എത്ര പാവങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ FCRAയിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് പ്രശ്നം. ഇനി അതുകൊണ്ട് സാധാരണക്കാർക്കൊന്നും കിട്ടില്ല എന്ന് പറയുന്ന ഇവരുടെ ഈ മുതലക്കണ്ണീരൊന്നും ക്രിസ്ത്യാനികളെ നിങ്ങൾ കണ്ടു വിശ്വസിക്കരുത്. എനിക്ക് അത്ര നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. വെറും വിഡ്ഢികളാകരുത്. പള്ളിയിൽ ചെന്നെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, ഈ പള്ളിയിൽ ചെന്നെന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിതരവും ഈ പുരോഹിതർ പറഞ്ഞാൽ അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ള ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം.
മനസ്സിലായി? അപ്പോൾ അതൊക്കെ നിങ്ങൾ മാറ്റം വരുത്. കുറച്ച് ചിന്തിക്കുക. നമ്മൾ ഇവരെന്താണ് പറയണത്, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇത് സത്യമാണോ നുണയാണോ എന്നുള്ളത്. ഞങ്ങളുടെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ പുത്തഞ്ചിറയിൽ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ 2024 തോന്നുന്നു, 2024 ഇവിടുത്തെ ചർച്ച് ട്രസ്റ്റീസിൻ്റെ റൂമിലെ ലോക്കറിൻ്റെ ഉള്ളിൽ നിന്ന് താലി മോഷണം പോകുന്നു. താലി മോഷണം പോയി 15 ദിവസം കഴിയുമ്പോൾ ഈ താലി തിരിച്ചു വരുന്നു. മനസ്സിലായില്ലേ? അതെങ്ങനെ എത്തിയെന്നോ ഇതൊന്നും ആർക്കും അന്വേഷിക്കേണ്ട. പോലീസിൽ പരാതിയുമില്ല, ഒന്നുമില്ല. നേതൃത്വത്തിലിരിക്കണ വികാരിയച്ചൻ പറഞ്ഞത് ഉള്ളത് എഴുതി വയ്ക്കൂ. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ഓരോ ഇടവകളിൽ നടക്കുന്നത്. മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് കൊട്ടേഷൻസ് വിളിച്ചിട്ടല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കൊട്ടേഷൻസ് വിളിക്കുമ്പോൾ അതൊരു കോമൺ ബോക്സ് വെച്ച് കൊട്ടേഷൻസ് അതിൽ കൊണ്ടിട്ട് കൊട്ടേഷൻസ് എന്നാണ് ഓപ്പൺ ആക്കണം അന്ന് വേണം കൊട്ടേഷൻസ് തുറക്കാൻ. ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവർക്ക് നോക്കാമല്ലോ ഇതിൽ എന്താണ് കൊട്ടേഷൻ വന്നിരിക്കണം. അപ്പോൾ അതിനേക്കാൾ ഒരു 10 രൂപ 50 രൂപ 100 രൂപ കുറവിന് കൊട്ടേഷൻസ് പുതിയ അവരുടെ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കാം. ഇതുപോലെ സുതാര്യത കുറവോട് കൂടിയാണ് ഓരോ പ്രവർത്തനങ്ങളും ഓരോ ഇടവകളിൽ നടക്കുന്നത്. ആരും പ്രതികരിക്കാത്തത്. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ, ഞങ്ങൾക്കെതിരെ കേസ് വരുമോ, ഞങ്ങൾക്ക് ഇനി കുഴിമാടം കിട്ടുമോ, ഞങ്ങളുടെ കൊച്ചുങ്ങളെ മാമോദിസ നടത്തിത്തരോ, ഞങ്ങളുടെ കല്യാണം നടത്തിത്തരോ, ഇതുപോലെ ഉള്ള ചിന്തകൾ, ഭയത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. പുരോഹിതനെ ഭയപ്പെട്ട് ജീവിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക. ഇതാണ് ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ അവസ്ഥ. തുറന്നു പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയുക, സഭയ്ക്കെതിരാണെന്ന് പറയും, നമ്മളൊക്കെ പള്ളിക്കെതിരാണെന്ന് പറയും, നമ്മളൊക്കെ പുരോഹിതർക്കെതിരാണെന്ന് പറയും. അതാണ് സത്യം വിളിച്ചു പറയുന്നവൻ്റെ അവസ്ഥ. അപ്പോൾ FCRA ഒരു സാധാരണക്കാരെയും ബാധിക്കാൻ പോണില്ല, ഒരു സാധാരണക്കാരെയും ബാധിക്കാൻ പോണില്ല. ഇവർക്ക് കിട്ടുന്ന കോഴിക്കാലിൽ മാത്രമേ കുറവുണ്ടാവുള്ളൂ. ഇവർക്ക് കിട്ടുന്ന കോഴിക്കാലിൽ ഇവരടിക്കുന്ന പെഗ്ഗിൽ മാത്രമേ കുറവുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു സാധാരണക്കാരനെയും ഈ FCRA ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇരിഞ്ഞാലക്കുട രൂപതയിൽ 3 ലക്ഷം ആൾക്കാരുണ്ട്, 3 ലക്ഷം അടുത്ത ആൾക്കാരുണ്ട്. അതിൽ 10,000 പേരിൽ നിന്ന് 1000 രൂപ വെച്ച് പിരിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടും. ഈ 1 കോടി രൂപ ഈ 140 ഇടവകളിലെ ക്രൈസ്തവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല? ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കട്ടെ, എല്ലാവർക്കും കൊടുക്കട്ടെ. ആദ്യം നമ്മുടെ കുടുംബത്തിലെ കാര്യം നോക്കിയിട്ട് വേണ്ട മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അത് നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അത് നോക്കട്ടെ, എല്ലാം നോക്കട്ടെ. അതുകൊണ്ട് ഈ കണക്ക് ഈ വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ അവർ അവതരിപ്പിക്കട്ടെ. എല്ലാ ഇടവുകളും കൊടുത്ത് അവതരിപ്പിക്കട്ടെ. 1 കോടി രൂപ ഞങ്ങൾ 10,000 പേരിൽ നിന്ന് 1000 രൂപ വെച്ച് പിരിച്ചു, അതിൽ ഇത്രയും രൂപ ഡയാലിസിന് കൊടുത്തു, ഇത്ര രൂപ പാവപ്പെട്ട ആൾക്കാരുടെ പെൺകുട്ടികളെ കല്യാണം നടത്തി കൊടുത്തു, ഇത്രയും പൈസ ഞങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. ഈ സമൂഹത്തിന് എന്തുകൊണ്ട് ഇവർ കാണിച്ചു കൊടുത്തൂടാ? ഇവരെ വിശ്വാസികളല്ലേ, ഇവരുടെ വിശ്വാസികളല്ലേ, ഇവരുടെ ഫോളോവേഴ്സ് അല്ലേ. എല്ലാ പള്ളിയിലും ഇടയലേഖനം വായിക്കുന്നുണ്ടല്ലോ, എല്ലാ പള്ളിയിലും ഇടയലേഖനം വായിക്കുന്നുണ്ടല്ലോ. ആ ഇടയലേഖനത്തിൽ ഇടയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഷപ്പിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഇടയലേഖനത്തിൽ കൂടെ ഈ ചെലവഴിച്ച പൈസ ഇത്ര രൂപ ഞങ്ങൾ രൂപത ചെലവഴിച്ചു എന്ന് പറഞ്ഞ് വിശ്വാസികളെ വിശ്വാസം നേടിയെടുത്താൽ 1000 അല്ല 10,000 രൂപ വിശ്വാസികൾ തരും. പക്ഷെ ഇതൊന്നും ഇവർ ചെയ്യൂല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഉണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അത് സാധാരണക്കാരെ ഒരു തരത്തിലും ബാധിക്കാൻ പോണില്ല എന്നുള്ളതാണ് എൻ്റെ ഇടവകയിൽ നടന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ വിലയിരുത്തുന്നത്. അല്ലാതെ വിദേശ ഫണ്ട് കൊണ്ടുവന്ന കണക്കോ കാര്യങ്ങളൊന്നും നമ്മളാരും കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഒരു പുരോഹിതനോ ഒരു ബിഷപ്പോ ഈ FCRA ഫണ്ട് വന്നത് നമ്മളെ കാണിച്ചു തന്നിട്ടില്ലേ? അപ്പോൾ നമുക്കറിയില്ല. നമ്മുടെ ഇടവകയിൽ നടക്കണ ഈ ഉടായ്പ പരിപാടികൾ, അതിന് ഓശാന പാടി കൊടുക്കാനായിട്ട് കുറേ വിശ്വാസികളുണ്ട്. കൂട്ടിക്കൊടുപ്പ് നടത്താന്ന് പറയും, അവരായിരിക്കണ സമൂഹത്തിനെ വഞ്ചിക്കാന്ന് പറയും. അത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഈ പുരോഹിതന് വേണ്ട ഒത്താശകൾ ചെയ്ത് കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ. നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയേ. ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ സത്യം പറയണമെങ്കിൽ ഈ സമൂഹത്തിൽ തുറന്നു കാണിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? ഇവരൊക്കെ ഈ വെള്ളക്കുപ്പായിട്ട് നടക്കുന്നത് അത്രയും വെള്ളയൊന്നും അല്ല ഇവരുടെ മനസ്സും ഇവരുടെ പ്രവൃത്തികളും. ഇതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു 40 വർഷം ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി ജീവിച്ചത്. ഇന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് ഇപ്പം മനസ്സിലായത്, പണ്ട് നമ്മൾ ഇവരൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു, ഇവരെന്തോ ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഇവർ ദൈവമല്ല, ഒരു മാങ്ങാത്തിലല്ല. മനസ്സിലായില്ലേ? പിന്നെ കുറേ ആൾക്കാർക്ക് അടിമയായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, അവർക്കൊരു യജമാനൻ വേണം എന്ന് ചിന്തിക്കുമ്പോൾ ആ യജമാനൻ്റെ അടുത്തേക്ക് രാവിലെ തന്നെ ഓടിച്ചെല്ലും. അതെല്ലാ ദിവസവും അവിടെ പോയി ആ യജമാനൻ്റെ നിന്ന് അനുഗ്രഹം മേടിച്ച് വരും അടിമകൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവത്തിന് അറിഞ്ഞ ആൾക്കാർക്ക് ഇവൻ്റെ ഒന്നും പോയിട്ട് മുമ്പിൽ കുനിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയുന്നു, FCRA ഒരു സാധാരണക്കാരനെയും ബാധിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? FCRA ഒരു സാധാരണക്കാരനെയും ബാധിക്കാൻ പോകുന്നില്ല. വെറുതെ പറയുന്നതാണ്. ഓരിടവുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകളും ദേവാലയ നിർമ്മാണവും കൺസ്ട്രക്ഷനുമായിട്ട് ഓരോ പുരോഹിതരും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇരിഞ്ഞാലക്കുട രൂപതയിലെ കുറേ പള്ളികളുടെ കാര്യങ്ങൾ എനിക്കറിയാം. എല്ലാം ഞാൻ വിളിച്ച് പറയാൻ തയ്യാറല്ല. നിങ്ങളുടെ പള്ളിയിലെ കാര്യം നിങ്ങൾ പറയും, എല്ലാ കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല. ഓക്കെ, നന്ദി.